ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്നറിയോ? ഇന്ന് നമ്മൾ കോവിലിൽ പോകാനായിട്ട് ഒരുങ്ങാൻ പോവാണ്. ഫസ്റ്റ് തന്നെ ഞാൻ ഒരു മോയ്സ്ചറൈസറാണ് എടുത്തിരിക്കുന്നത്. അത് നോക്കിയപ്പോൾ തീർന്നും കഴിഞ്ഞു ഗൈസ്. പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിക്കുട്ടിക്ക് വെച്ചു. അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് കരി വരയ്ക്കുക എന്നുള്ളതാണ്. കരി വരയ്ക്കുക എന്നുള്ളത് ഒരു വലിയ ചടങ്ങായത് കൊണ്ട് തന്നെയും എന്നെക്കൊണ്ടത് പറ്റില്ല. എന്നാലും ഞാനൊന്ന് ട്രൈ ചെയ്യാൻ നോക്കി. പക്ഷേ എനിക്കെന്തൊരു കോൺഫിഡൻസ് കുറവ്. അതുകൊണ്ട് ഞാൻ കരുതി എന്തായാലും ചെന്നൊന്ന് കണ്ണാടി നോക്കി വരച്ചിട്ട് വരാമെന്ന്. അപ്പോൾ ഇപ്പോൾ എങ്ങനെയുണ്ട് ഗീസ്? കൊള്ളാമല്ലേ? ഇപ്പോഴാണ് ശരിക്കും ഒരു സുന്ദരിയായത്. അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് കമ്മൽ. ഇത് ഇടാനായിട്ട് ഞാൻ കുറേ ശ്രമിച്ചു. കാരണം ഇങ്ങനൊരു സാധനം ഇവിടെ ഉള്ളതായിട്ട് എനിക്കറിയത്തേ ഇല്ലായിരുന്നു. കുറേ തപ്പിയതിന് ശേഷമാണ് മേച്ചിനൊരു കമ്മൽ തന്നെ എനിക്ക് കിട്ടിയത്. അപ്പോൾ അടുത്തതായി നമ്മൾ ഹെയർ ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് അഴിച്ചിടുവാണ്. അല്ലെങ്കിൽ ഞാൻ കെട്ടി വെച്ചേക്കുമായിരുന്നു. ഇപ്പോൾ എന്താ അഴിച്ചിടാമെന്ന് വിചാരിച്ചു. കാരണം എനിക്ക് ഒരുപാട് മുടി കൊഴിച്ചിലൊക്കെ വരുന്നുണ്ട്. കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അറിയാൻ പറ്റും, മൊത്തത്തിൽ കൊഴിഞ്ഞിരിക്കുക. അതിനുശേഷം ഞാനൊരു ലിപ് ബാം അപ്ലൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ ചെറുതായിട്ടൊന്ന് ലിപ്സ്റ്റിക് ഇട്ടു. കാരണം ക്ഷേത്രത്തിലാണ് പോകുന്നത്, അതുകൊണ്ട് കുറച്ച് കിട്ടുള്ളൂ. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ അടുത്ത കലാപരിപാടി എന്ന് പറയുന്നത് നമ്മൾ മുടി ഒന്ന് കെട്ടി വയ്ക്കുക എന്നുള്ളതാണ്. കാരണം ക്ഷേത്രത്തിൽ പോകുമ്പോൾ മുടി അഴിച്ചിടാൻ പറ്റില്ല. പിന്നെ എൻ്റെ കുറച്ച് പട്ടി ഷോകൾ, കാരണം ഇതെൻ്റെ പഴയ ഡ്രസ്സാണ്, പക്ഷെ ഞാൻ ഇപ്പോഴാണ് ഇത് ഇട്ടുന്നത്. അതിൻ്റെ ഒരു ത്രില്ലിലാണ്. അങ്ങനെ കുറച്ച് പട്ടി ഷോ ഒക്കെ കാണിച്ചു. അങ്ങനെ നമുക്ക് ക്ഷേത്രത്തിൽ പോയി ചേരാം ഗീസ്. ഓക്കെ, ബൈ. അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിൽ പോയി വന്നിട്ടുണ്ട് ഗീസ്. ഇപ്പം എങ്ങനെയുണ്ട് എന്നെ കാണാൻ? കൊള്ളാല്ലേ? കുറേ കിട്ടപ്പോൾ കുറച്ചുകൂടെ ഒന്ന് ഭംഗി കൂടി എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ കുറച്ച് നേരം പട്ടി ഷോ ഇറക്കാമെന്ന് കരുതി, പക്ഷേ വേണ്ട. അങ്ങനെ അത്രയേ ഉള്ളൂ ഗൈസ്. ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ബായ്.